എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 9-ാം ദിവസം. ഓം നമ ശിവായ. വസിഷ്ഠശാപം. അക്കാലം പിതാവിൻ്റെ ശ്രാദ്ധവാസരത്തുന്നാൾ സൽക്കാരം ചെയ്തു ഗുരുവാകിയ വസിഷ്ഠനെ ശ്രാദ്ധമൂട്ടുവാനായി വരുത്തി വഴി പോലെ ശ്രാദ്ധസംഭാരം കൂട്ടി തൽപാദം കഴിച്ചു. ആസനെ വസിപ്പിച്ച് പൂജയും ചെയ്ത നേരം ദാസനായി മരുവുന്ന പാചക നിശാചരൻ ക്രവ്യവും ഉപദംശദ്രവ്യവും വിളമ്പിനാൻ. ഗവ്യവും പക്വങ്ങളും എന്നിവ ബഹുവിധം മർത്യമാംസത്തെ കൂട്ടി തീർത്തുകൊണ്ടിലക്കറി ഭൃത്യനങ്ങ് അരുന്ധതി കാന്തന വിളമ്പിനാൻ. താപസശ്രേഷ്ഠത തൽക്ഷണം ഗ്രഹിച്ചുടൻ കോപകമ്പിതത്തോടെ ശാപവാക്കരുൾ ചെയ്തു. നന്നടോ നരാധമാ, നിന്ദ്യമാ നരാമിഷം തന്നു നീ എന്നെ ചതിപ്പിപ്പതിനാരംഭിച്ചു. ധിക്കരിച്ചിരിക്കുന്ന ദുഷ്ടനാം ഭവാൻ എന്നെ സൽക്കരിച്ചതും ചിത്രം ദുർമതേ നിരീശ്വര. രാക്ഷസ പ്രകൃതിയാ നീ നീക്ഷമാവതേ, രാക്ഷസനായി പോക രൂക്ഷമാനസ ഷഠ. ഇങ്ങനെ ശപിച്ചുടൻ മാമുനി വിചാരിച്ചു തിങ്ങനെ കൃപാനിധി പിന്നെയും ഉര ചെയ്തു. ആശരനായി പന്തീരാണ്ട് നീ വസിക്കടോ, ആശയത്തിൻ്റെ ദോഷത്താൽ ഇങ്ങനെ വേണ്ടി വന്നു. നമ്മുടെ ശിഷ്യൻ ഭവാൻ എന്നതുകൊണ്ടു തൻ്റെ ദുർമതം ശമിപ്പിക്ക മാത്രമേ നമുക്കാവൂ. ഭൂപതി അത് കേട്ട് കോപിച്ചങ്ങരുൾ ചെയ്തു. താപസശ്രേഷ്ഠ ഭവാൻ എന്നുടെ പരമാർത്ഥം ഒന്നുമേ വിചാരിപ്പാൻ ഈശ്വരല്ലയോ വിഭോ. നിന്ദിതം ചെയ്തിടുമോ സൂര്യവംശജാതന്മാർ, ബുദ്ധിപൂർവം ആ വണ്ണം ചെയ്തതല്ലിതോ വിഭോ. ക്രുദ്ധിച്ച് ശപിച്ചത് സാഹസമായി പോയി എങ്കിൽ ഞാൻ എനിക്കുള്ള ശാപശക്തി കൊണ്ടുടൻ നിങ്കലും കലുഷിത ചേർപ്പതിനൊരുമ്പെട്ടേൻ എന്നൊരു ചെയ്ത് നൃപൻ കൂടവേ ശവിപ്പതിന് ഉന്നത കോപം ധരിച്ചിടിനാൻ ശാപോദകം. സത്വരന്തമേന്തി ചെന്ന് തൽപാതേ വീണു. ഭർത്താവേ അരുതരുതെന്നൊരു ചെയ്ത നേരം ശാന്തകോപനാ നൃപൻ ദൂരവേ വാങ്ങി നിന്നു. താൻ തന്നെ ശാപോദകം നിൻ പാദങ്ങളിലാക്കി. മന്നവൻ തൻ്റെ പാദം കൽമഷവർണമായി തന്നേരം കൽമഷാംഘ്രി എന്നൊരു പേരുണ്ടായി. രാക്ഷസനായി തീർന്നു ഭൂപതിയത് നേരം രൂക്ഷമാം ശാപത്തിൻ്റെ ശക്തി എന്നതേ വീണ്ടും. തൽക്ഷണം അടുക്കളക്കാരനെ പിടിച്ചവൻ ഭക്ഷണം കഴിച്ചുടൻ കാനനം തന്നിൽ പൊക്കാൻ. എത്രയും കറുത്തിരുണ്ടഞ്ജനാശൈലം പോലെ ഗാത്രവും ദൃഷ്ടകളും ചുവന്ന കേശങ്ങളും രൂക്ഷമാം നേത്രദ്വയം ഭീമമാം ഭുജങ്ങളും രാക്ഷസപ്രഭുത്വവും പ്രാപിച്ച് കൽമഷാംഘ്രി അട്ടഹാസങ്ങൾ കൊണ്ടു കാനനം മുഴക്കിക്കൊണ്ടിട്ടു ദിക്കിലും പാഞ്ഞു നടന്നു തുടങ്ങിനാൻ. മർത്യരെ പിടിപെട്ടു വായിലിട്ടമർക്കുകയും മൃത്യുഭീഷണാകാരൻ ശോണിതം കുടിക്കുകയും താപസന്മാരെ തല്ലിപ്പല്ലുകൾ തകർക്കുകയും ഭൂപതിമാരെ കൊന്നു തിന്നുടൻ തിമിർക്കുകയും ചോരയിൽ കുളിക്കുകയും ശൈവലം ധരിക്കുകയും ഘോരമായി ചിരിക്കുകയും ഘോഷിച്ചു ശയിക്കുകയും ദന്തിവൃദ്ധത്തെ ചെന്നു പിടിച്ചു ഷടൻ തൻ്റെ ദന്തമാങ്കുന്തങ്ങളിൽ കോർത്തിട്ട് നടക്കുകയും ഇങ്ങനെ വരാന്തരെ സഞ്ചരിക്കുന്ന നേരം അങ്ങൊരു ദിക്കിൽ കണ്ടു 2 പേരിരിക്കുന്നു. ഭംഗിയോടൊരു മുനിബാലകൻ മനോഹരൻ മംഗലസ്ത്രീയോടൊന്നിച്ചാശ്രമേ വസിക്കുന്നു. മാമുനി കുമാരനെ ചെന്നവൻ പിടിപെട്ടു ഭാമിനി തപസ്വിനി രോദനം ചെയ്തു ചെന്നാൾ. സൂര്യവംശജൻ ഭവാൻ ഇന്ന് നീ നിശാചര ക്രൗര്യമങ്ങുപേക്ഷിക്ക ദേഹിമേ ഭർത്താവിനെ. എന്തടോ ദമയന്തി വല്ലഭ, ഭവാൻ എൻ്റെ കാന്തനെ കൊല ചെയ്യുവാൻ അഞ്ജസാ ഭാവിക്കുന്നു. എന്നുടെ രമണനെ തന്നു നീ രക്ഷിക്കണം. മന്നവ ഭവാനത് കാരണം ശുഭം വരും. ഹിംസയാൽ അനർത്ഥമുണ്ടെന്ന് നീ ബോധിക്കടോ. പാംസുല പ്രകൃതികൾക്ക് ഈശ്വരൻ വിരോധിയാം. മൽപ്രിയ പ്രമാരണം ചെയ്കൊല മഹാബല. വിപ്രിയ ക്രിയാഫലം പാതകം ശരീരിണാം. എന്നുടെ ശരീരവും പ്രാണനും സുഖങ്ങളും എന്നുടെ രമണനെന്നോർത്തു നീ കൃപാന്ധരാൽ കാന്തനെ ത്യജിക്ക് നീ കാനന പ്രചാരക. ശാന്തനായി വസിക്കടോ ശാപമോചനത്തോളം. താപസി വചസ്സിനെ കേൾക്കാതെ നിശാചരൻ താപസകുമാരനെ കൊന്നു മാംസവും തിന്നാൻ. ബാലയാം മുനിപത്നി വാവിട്ടു കരഞ്ഞുടൻ ലോലലോചനാജിതാവന്യെ ജ്വലിപ്പിച്ചു. ദുർമതേ നിശാചര, നിന്നെ ഞാൻ ശപിക്കുന്നേൻ. കർമ്മലംഘനം ചെയ്യുവാൻ ജന്മികൾക്കുള്ളതാമോ. ഘോരമാനസാകൽ നീ നിഷ്ഠൂര. നിനക്കൊരു നാരിയെ തൊടുന്ന നാൾ നാശമെന്നൊരു ചെയ്തു. വന്നിയിൽ പ്രവേശിച്ചു വാമലോചന സതി തന്നെ രമണനോടൊന്നിച്ചു ദിവം ബുക്കാൾ. ഓം നമ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.